ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം പൂരനഗരി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത്തവണ ഏപ്രിൽ 19 തൃശ്ശൂർ പൂരം. പൂരക്കാഴ്ചകളൊക്കെ എല്ലാവരും ടി വി കൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതാ ഏപ്രിൽ 18 പൂരനഗരിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ പൂരത്തിന് തലേന്നാണ് നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളി പൂരത്തിന് വിളംബരം കുറിക്കുന്നത്. അപ്പോൾ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇതുണ്ടല്ലോ, വടക്കുന്നാഥൻ്റെ മൈതാനാണിത്. അവിടെ എല്ലായിടത്തും കച്ചവടക്കാർ ഓരോരോ സാധനങ്ങൾ കൈയടക്കിയിട്ട് അവരുടേതായ വസ്തുക്കളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വടക്കുന്നാഥൻ്റെ മുമ്പിലെത്തി. അവിടെ ഇപ്പോൾ തന്നെ നല്ല തിരക്കാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ തന്നെ തഴച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു 11 മണിക്കാണ് നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളുന്നത്. തൃശ്ശൂർ തന്നെയുള്ള കുറ്റൂർ ദേശത്തുള്ള നെയ്തലക്കാവ് ദേവീക്ഷേത്രത്തിലെ ഭഗവതിയാണ് നെയ്തലക്കാവ് ഭഗവതി. നെയ്തലക്കാവ് ഭഗവതിക്കാണ് തൃശ്ശൂർ പൂരത്തിന് വിളംബരം കുറിക്കാനുള്ള അവകാശമുള്ളത്. അപ്പം നെയ്തലക്കാവ് ഭഗവതി ആനപ്പുറത്തേറി വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിലെത്തി അവിടുത്തെ തെക്കേ ഗോപുരനട തുറന്ന് പുറത്തേക്ക് എഴുന്നള്ളും. അതോടുകൂടിയാണ് തൃശ്ശൂർ പൂര മാമാങ്കത്തിന് തുടക്കമാകുന്നത്. അപ്പോൾ അത് കാണാനാണ് ഈ ആൾക്കാരെല്ലാം തടിച്ചുകൂടി നിൽക്കുന്നത്. നല്ല ചൂടാണ് കേട്ടോ ഈ സമയത്ത്. പക്ഷെ എന്നാലും നമ്മൾ ആ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ആ ചൂടൊന്നും ഒരു പ്രശ്നമല്ലാന്ന് തോന്നും. നമ്മളിതാ ആ നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കിട്ടാതെ ആ തെക്കേ ഗോപുരനട തുറന്ന് നെയ്തലക്കാവ് ഭഗവതി എഴുന്നള്ളി. അപ്പോൾ നമുക്കിതാ കൂടുതൽ കാഴ്ചകൾ കാണാം. അങ്ങനെ തൃശ്ശൂർ പൂരം മാമാങ്കത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. അപ്പോൾ ഇനി നാളെയാണ് മെയിനായിട്ടുള്ള പൂരം. ഇന്നലെ രാത്രിയായിരുന്നു ഇവിടെ സാമ്പിൾ വെടിക്കെട്ട്, അതൊന്നും നമ്മൾ കാണാൻ പോയിട്ടില്ല. അപ്പോൾ നാളെയാണ് ഇനി എലിഞ്ഞിത്തറ മേളവും കുടമാറ്റവും വെടിക്കെട്ടും ഒക്കെ ആയിട്ടുള്ള ശരിക്കുള്ള തൃശ്ശൂർ പൂരം. അപ്പോൾ അന്ന് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇനിയിപ്പോൾ പൂരനഗരിയിൽ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇതായി കണ്ടത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട 2 നടത്തിപ്പുകാരെന്ന് പറയുന്നത് പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തിരുവമ്പാടി ദേവസ്വമാണ്. ഇപ്പോൾ ആദ്യം പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ചമയ പ്രദർശനം കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാവരും ആകർഷിക്കുന്നതുമായിട്ടുള്ള ഒരു ചടങ്ങാണ് കുടമാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ കുടമാറ്റത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് പങ്കെടുക്കുന്നത്. ആ സമയത്ത് പല പല വിധത്തിലുള്ള വർണ്ണക്കുടകൾ മാറി മാറി കാണിച്ചിട്ടാണ് കുടമാറ്റം നടക്കുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള വർണ്ണക്കുടകളും പിന്നെ ആനയുടെ വെഞ്ചാമരവും ചമയങ്ങളും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ചമയ പ്രദർശനത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ദേവിയുടെയും അതുപോലെ പാറമേക്കാവ് ദേവിയുടെയും തിരുവമ്പാടി ആകുമ്പോൾ അവിടുത്തെ ഭഗവതിയുടെ ഒക്കെ തിടമ്പും ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാണാനായിട്ടുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്രദർശനം AC ഹാളായിരുന്നു കേട്ടോ. നല്ല സുഖമായിരുന്നു നമ്മുടെ പ്രദർശനം കാണാനായിട്ട്. നമ്മളകത്തേക്ക് കയറുമ്പോൾ പുറത്ത് ചൂടൊന്നും അറിയുന്നില്ല. അലങ്കാരങ്ങളും ദേവിയുടെ തിടമ്പും എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ പ്രദർശനവും തൃശ്ശൂർ പൂരനഗരിയൊക്കെ കാണാമെന്ന് പറയുന്നത് നമുക്ക് തന്നെ ശരിക്കും ഭയങ്കര അഭിമാനമുള്ളൊരു നിമിഷം തന്നെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. പാറമേക്കാവ് ഭഗവതി അല്ലേ?
അങ്ങനെ ഇതാ പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനമൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്ത് ഇതാ ഓരോരോ ആനകളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പൂരത്തിന് ഒരുപാട് ആനകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ തൃശ്ശൂർ ടൗണിൽ കൂടെ ഒക്കെ എപ്പോഴും ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാഴ്ചകളാണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ 2 ആനകളെ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നേരം അതിനെയൊക്കെ നോക്കി നിന്നു. അതിൻ്റെ പേരുകളൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് ഏതൊക്കെ ആനയാണെന്ന് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ആനപ്രേമികൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഏത് ആനയാണ് എന്നൊക്കെ. തന്നെ എല്ലാവരും ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെയുള്ള തിരക്കാണ്. കുട്ടികൾക്കൊക്കെ ആനയെ കാണാൻ നല്ല കൗതുകമായിരിക്കും കേട്ടോ. കാരണം ഒരുപാട് ആനകളെ കാണാം ഇപ്പം ഈ പൂര നഗരിയിലൊക്കെ വന്നാൽ. അങ്ങനെ പാറമേക്കാവ് നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിനി തിരുവമ്പാടീൻ്റെ ചമയ പ്രദർശനം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ തിരുവമ്പാടീൻ്റെ ചമയ പ്രദർശനം കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ തന്നെ ആ റോട്ടിൽ കൂടെ 3 ആനകൾ വരിയായിട്ട് പോകുന്ന കാഴ്ചയാട്ടോ കണ്ടത്. അപ്പോൾ കുറച്ച് നേരം അത് നോക്കി നിന്നു. തിരുവമ്പാടിക്ക് അടുത്തുള്ള കൗസ്തുഭം ഹാളിലായിരുന്നു തിരുവമ്പാടിയുടെ ആനച്ചമയ പ്രദർശനം. അപ്പോൾ ഈ ആനച്ചമയ പ്രദർശനമൊക്കെ ഫ്രീ ആണ് കേട്ടോ. അതിന് പ്രത്യേകം ടിക്കറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളത് ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ചമയ പ്രദർശനം കാണാൻ വേണ്ടി കയറുവാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ വലിയ നീണ്ട ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങളത് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ പാടി നല്ല ക്യൂ വന്നായിരുന്നു. റോട്ടിൽ കൂടെ ഒക്കെ ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് എന്തോ ഇത്ര തിരക്കുണ്ടാവാനാണ്. അപ്പോൾ നമ്മളിതാ തിരുവമ്പാടീൻ്റെ ചമയ പ്രദർശനം കാണാൻ വേണ്ടി കയറുവാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. പക്ഷെ തിരുവമ്പാടിയിൽ തന്നെ മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ഭഗവതിയാണ് തൃശ്ശൂർ പൂരത്തിന് ആനപ്പുറത്ത് കയറി എഴുന്നള്ളുന്നത്. ഇതാ അവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നത് കാണാനായിട്ട്. ഇവിടെ ഇതുപോലെ കുടമാറ്റത്തിന് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള വർണ്ണക്കുടകളും അതുപോലെ ആനയുടെ വിവിധ അലങ്കാരങ്ങളും അതുപോലെ ഭഗവതിയുടെ തിടമ്പും ഒക്കെയാണ് പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. പിന്നെ പല വെറൈറ്റി കുടകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അത് കാണാനായിട്ട്. നമുക്കിനിതാ തിരുവമ്പാടീൻ്റെ ചമയ പ്രദർശനത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഈ തിരുവമ്പാടി പാറമേക്കാവ് 2 ദിവസങ്ങളുടെ ആനച്ചമയ പ്രദർശനവും അതുപോലെ ഈ പൂരവും ഒക്കെ ശരിക്കും അവർ തമ്മിലുള്ളൊരു മത്സരം കൂടിയാണ്. 2 പേരും ഏറ്റവും മികച്ചത് കാണിക്കാനായിട്ടാണ് എല്ലാ വർഷവും മത്സരിക്കുന്നത്. പണ്ട് ഇവർ തമ്മിൽ ശരിക്കും മത്സരങ്ങൾ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് എല്ലാം ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള മിക്ക ചടങ്ങുകൾക്കും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങളാണ്. പൂരത്തോടനുബന്ധിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രത്യേക അവകാശങ്ങളൊക്കെ ഈ 2 ദിവസങ്ങൾക്ക് മാത്രമായിട്ടുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലും അതുപോലെ റൗണ്ടിൽ പന്തൽ നിർമ്മിക്കാനുള്ള അവകാശവും ഒക്കെ തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾക്ക് മാത്രമാണ്. അതുപോലെ കുടമാറ്റത്തിന് ആനകളെ അണിനിരത്തുന്നതും കുടമാറ്റം നടത്തുന്നതും ഒക്കെ ഈ 2 ദിവസങ്ങളാണ്. അപ്പോൾ എന്തായാലും തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങളുടെ ആനച്ചമയം കാണുന്നത് തന്നെ ശരിക്കും നല്ല രസമുള്ള അനുഭവം തന്നെയാണ്. ഇനിയും കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ പിറ്റേന്ന് പുലർച്ചെയാണ് വെടിക്കെട്ട് നടക്കുന്നത്. വെടിക്കെട്ട് എന്ന് പറയുന്നത് സുന്ദരമായ കാഴ്ചയാണ്. ഈ വെടിക്കെട്ട് നടത്താനുള്ള അവകാശവും തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെ ചമയ പ്രദർശനം കഴിഞ്ഞു. അപ്പോഴത്തേക്കും സന്ധ്യ ആയിട്ടോ. ഇനിയിപ്പോൾ രാത്രിയിൽ പൂരനഗരി ലൈറ്റൊക്കെ ഇട്ട് നല്ല രസത്തിലായിരിക്കും. അപ്പോൾ ആ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഈ ചമയ പ്രദർശനം കാണുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഈ കുടകളൊക്കെ തൊട്ടടുത്ത് നേരിട്ട് കാണാനുള്ളൊരു അവസരമാണല്ലോ കിട്ടുന്നത്. അതിനുശേഷം കുടമാറ്റത്തിൽ ഈ കുടകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ട കുടയാണല്ലോ അത് എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല രസമായിരിക്കും.
പോകുന്ന വഴിക്കാണ്ട് ഒരു ആനയാണ് കേട്ടോ. അത് ശരിക്കുള്ള ആനയല്ല, റോബോട്ട് ആനയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ശരിക്കുള്ള ആനയാണെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ നമ്മളിതിന് അവിടെ പോകാനൊന്നും പോയില്ല. ടൗൺ നല്ല തിരക്കായിരുന്നു. ഇപ്പോഴും നല്ല തൃശ്ശൂർ പൂരത്തിന് കുറേ കൈനോട്ടക്കാർ, മുഖലക്ഷണക്കാർ അങ്ങനെയുള്ളവരൊക്കെ വരും കേട്ടോ. അപ്പോൾ അവരൊക്കെ നിരനിരയായിട്ടിരിക്കുന്നത് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാലം കൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അന്യം നിന്ന് പോകാൻ പോകുന്ന കലാരൂപങ്ങളായിരിക്കും. കാരണം അടുത്ത തലമുറയിലേക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളിതാ എന്തായാലും ടൗണിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. പാറമേക്കാവ് ക്ഷേത്രവും അതുപോലെ വടക്കുന്നാഥ ക്ഷേത്രം, തിരുവമ്പാടി ക്ഷേത്രം എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് ദീപാലങ്കാര പ്രഭയിൽ കുളിച്ചിരിക്കുവാണ്. നല്ല തിരക്കായിട്ടോ. രാത്രിയായപ്പോഴേക്ക് നല്ല തിരക്കായി. ഉച്ചയ്ക്ക് ഉണ്ടായതിനേക്കാളും തിരക്കായി. കാരണം ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങി. പിന്നെ ചൂടും ഒക്കെ രാത്രിയാകുമ്പോൾ ചൂടിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് കണ്ടില്ലേ, ഇത് വടക്കുന്നാഥൻ്റെ ക്ഷേത്ര നഗരിയാണ്. നല്ല തിരക്കാണ് അവിടെ. തൃശ്ശൂർ പൂരത്തിന് ശരിക്കും 200 വർഷത്തെ ചരിത്രമുണ്ട്. 200 വർഷങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിന് പിന്നിലൊരു കഥയുണ്ട്. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറ്റവും പ്രസിദ്ധമായ പൂരം. 108 ആനകൾ അണിനിരുന്നിട്ടുള്ള വലിയൊരു പൂരമായിരുന്നു അത്. ലോകത്തുള്ള എല്ലാ ദേവതകളും ദേവന്മാരും എല്ലാം ആ പൂരത്തിൽ പങ്കെടുക്കുന്നതായിരുന്നു വിശ്വാസം. 33 കോടി ദൈവങ്ങളും പങ്കെടുക്കുന്ന ദേവസംഗമമാണ് ആറാട്ടുപുഴ പൂരത്തിൽ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ദേശത്തു നിന്നുള്ള ക്ഷേത്രങ്ങളുടെ വക ചെറു പൂരങ്ങളൊക്കെ അതിൽ വന്ന് പങ്കെടുക്കും. അപ്പോൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾക്ക് ഫ്രഷ് കൽപ്പിക്കുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 1796 പൂരത്തിൻ്റെ സമയത്ത് ശക്തമായ മഴയും കാറ്റും പേമാരിയൊക്കെ മൂലം തിരുവമ്പാടി, പാറമേക്കാവ്, കാരമുക്ക്, ചെമ്പൂക്കാവ്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കോട്ടുകാവ്, നെയ്തലക്കാവ്, കുറ്റൂർ, കണിമംഗലം എന്നീ ക്ഷേത്രങ്ങളിലെ സംഘാടക സമിതിക്കാർക്ക് പൂരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പൂരത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് ഫ്രഷ് കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ അന്നത്തെ കാലത്ത് ശക്തൻ തമ്പുരാൻ്റെ ഭരണമായിരുന്നു. അപ്പോൾ ഈ കാര്യം ശക്തൻ തമ്പുരാൻ കോപിഷ്ഠനായി. തുടർന്ന് അദ്ദേഹം വടക്കുന്നാഥ ക്ഷേത്രത്തെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം തുടങ്ങുവാൻ തീരുമാനിച്ചു. അങ്ങനെ തൊട്ടടുത്ത പൂരനാളിൽ, അതായത് തൊട്ടടുത്ത് വന്ന മെയ് മാസത്തിൽ, അതായത് മേടമാസത്തിലെ പൂരനാളിൽ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളെ പ്രധാന പങ്കാളികളാക്കി തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തെ ആസ്ഥാനമാക്കി തൃശ്ശൂർ പൂരം ആരംഭിച്ചു. ഇങ്ങനെയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രം. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പിയും രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. ആ സമയത്ത് രാമവർമ്മ കുടുംബത്തിലെ രാജ്ഞിയായിരുന്ന പാറുക്കുട്ടി നേദ്യാരമ്മയും തൃശ്ശൂർ നഗരത്തിൻ്റെ രൂപകൽപ്പനയും സഹായിച്ചിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിൻ്റെ രൂപകൽപ്പന തന്നെ തൃശ്ശൂർ പൂരത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം തൃശ്ശൂർ നഗരം തന്നെ സ്ഥിതി ചെയ്യുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടാണ്. തൃശ്ശൂർ നഗരത്തിന് കിരീടമായിട്ടാണ് വടക്കുന്നാഥ ക്ഷേത്രം നിൽക്കുന്നത്. അതും ക്ഷേത്രവും തേക്കിൻകാട് മൈതാനവും. പിന്നെ അതിന് ചുറ്റുമാണ് റൗണ്ട്. അപ്പം അവിടെയാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് റൗണ്ടിൽ ഇതുപോലെ 3 സ്ഥലത്തായിട്ട് ആണ് ഇങ്ങനത്തെ പന്തലൊരുക്കുന്നത്. ഇതും തിരുവമ്പാടി, പാറമേക്കാവ് ദിവസങ്ങളാണ് ഈ പന്തലൊരുക്കുന്നത്. ഇത് നല്ല മനോഹരമായ കാഴ്ചയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് രാത്രിയൊക്കെ നഗരത്തെ സുന്ദരമാക്കുന്ന ഈ പന്തലുകളാണ്. തൃശ്ശൂർ റൗണ്ടിൽ പ്രദക്ഷിണ വഴിയിൽ തെക്ക്, വടക്ക്, പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 3 പന്തലുകളാണുള്ളത്. ഇതിൽ തെക്ക് ഭാഗത്തുള്ള പന്തൽ പാറമേക്കാവിൻ്റെയും അതുപോലെ വടക്കും പടിഞ്ഞാറുള്ള തിരുവമ്പാടിയുടെയാണ്. ഇപ്പോൾ രാത്രി സമയത്ത് ഈ പന്തലിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കാണാൻ തന്നെ ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേരാറുണ്ട്. പിന്നെ മറ്റ് പരസ്യങ്ങളും ഒന്നുമായിട്ട് പന്തലങ്ങനെ വൃത്തികേടാക്കിയിട്ടുമില്ല. നല്ല രസമാണ്. തൃശ്ശൂർ പൂരത്തിന് കറക്റ്റായിട്ട് അറിയാവുന്നവർക്ക് ഈ പന്തലുകൾ കണ്ടാൽ തന്നെ ഇത് ഏത് ദേവസ്വക്കളുടെ ആണെന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ പന്തൽ കണ്ടില്ലേ, ഇങ്ങനെ മാറി മാറി ഓരോരോ ലൈറ്റുകൾ തെളിഞ്ഞ് ഓരോരോ കാഴ്ചകൾ ഒരുക്കുന്നത്. പിന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിലാണ് ഈ പന്തൽ പണിതിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ പുലർച്ചെ വെടിക്കെട്ടിൻ്റെ സമയത്ത് തിരുവമ്പാടിയുടെ, പാറമേക്കാവിൻ്റെ ഓരോ ആനകൾ തിടമ്പേറ്റിയിട്ട് ഈ പന്തലിന് ചുവട്ടിൽ നിൽക്കുന്ന ചടങ്ങുണ്ട്. അപ്പോൾ നമുക്ക് പന്തലിൻ്റെ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണാം. നാളെ ഇനി തൃശ്ശൂർ പൂരത്തിന് തുടക്കമാവുന്നത് കണിമംഗലം ശാസ്താവിൻ്റെ പൂരം എഴുന്നള്ളിപ്പോടെയാണ്. ശ്രീ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിലേക്ക് പൂരവിശേഷമായിട്ട് ആദ്യം തന്നെ വന്നെത്താനുള്ള അധികാരം കണിമംഗലം ശാസ്താവിനാണ്.
ഇപ്പോൾ കണിമംഗല ശാസ്താവിനെ കണി കണ്ടാണെന്ന് വടക്കുന്നാഥൻ ഉണരുന്നതെന്നാണ് വിശ്വാസം. ഇപ്പോൾ കണിമംഗല ക്ഷേത്രത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ ദേവഗുരു ആയതുകൊണ്ട് കണിമംഗല ശാസ്താവ് വടക്കുന്നാഥനെ വണങ്ങാതെയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ വടക്കുന്നാഥനെ വണങ്ങുകയോ അതുപോലെ പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്യാത്ത ഒരേ ഒരു കടകപൂരമാണ് കണിമംഗല ശാസ്താവിൻ്റേത്. അതുപോലെ തന്നെ തെക്കേ ഗോപുരവാതിലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ആദ്യം കണ്ടല്ലോ തെക്കേ ഗോപുരവാതിൽ തുറന്ന് നെയ്തലക്കാവിലമ്മ പൂര വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം, അതായത് ഈ പൂരവും അതിൻ്റെ തുറന്നുള്ള 2 ദിവസം ഒഴികെ വർഷത്തിൽ ബാക്കി എല്ലാ ദിവസവും തെക്കേ ഗോപുരനട അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വിളംബരം പുറപ്പെടുവിച്ചുകൊണ്ട് മാത്രമാണ് തെക്കേ ഗോപുരനട തുറക്കുന്നത്. അപ്പോൾ അതിനുള്ള അവകാശം നെയ്തലക്കാവിലമ്മയ്ക്കാണ്. അങ്ങനെ ഓരോ ഘടകപൂരങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. പിന്നെ പൂരത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കാണ്. പിന്നെ പൂരത്തിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇലഞ്ഞിത്തറ മേളം, തെക്കോട്ടിറക്കം, കുടമാറ്റം, അങ്ങനെ കാഴ്ചയുടെ വർണ്ണവിസ്മയമാണ് തൃശ്ശൂർ പൂരം ഒരുക്കുന്നത്. തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി മാത്രം വിദേശത്തു നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ തൃശ്ശൂരിലേക്ക് ഈ ദിവസം എത്തിച്ചേരും. തൃശ്ശൂർ നഗരം ജനസാഗരമാകുന്നൊരു കാഴ്ചയാണ് തൃശ്ശൂർ പൂരത്തിന് അന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ പൂരത്തലേന്നുള്ള കുറച്ചുകൂടി രാത്രികാല ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ പൂരനഗരിലെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരെ ബൈ.